സൊമാറ്റോയുടെ റിസൾട്ട് അഥവാ എറ്റേണലിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ പലപ്പോഴും ഈ ഒരു ന്യൂ ഏജ് കമ്പനിയിൽ ഒരു ഫേവറേറ്റ് ഒരു ഷുഗർ സ്റ്റോക്ക് ആയിട്ട് പലപ്പോഴും ആളുകൾ കണ്ടിരുന്ന ഒരു ഓഹരിയായിരുന്നു എറ്റേണൽ ലിമിറ്റഡ് അഥവാ സൊമാറ്റോ എന്ന് പറയുന്നത്. സൊമാറ്റോയുടെ ഒരു റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് നിക്ഷേപകരെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് ഈ ഒരു ക്വാർട്ടറിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഒരു റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ലാഭത്തിൽ അറ്റ ലാഭത്തിൽ മാത്രം 77% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 175 കോടി രൂപയിൽ നിന്നും 39 കോടി രൂപയിലേക്കാണ് അവരുടെ അറ്റലാഭം കുറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കമ്പനിയുടെ ഓപ്പറേഷൻ റവന്യൂ പരിശോധിക്കുകയാണെങ്കിലും 5833 കോടി രൂപയായിട്ട് എത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ട് 63.5% ഒരു മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൊമാറ്റോയെ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ താങ്കൾ പലപ്പോഴും പറഞ്ഞത് ടെക്നിക്കലി പലപ്പോഴും വയബിളായിട്ട് നിൽക്കുമ്പോൾ പോലും ഫണ്ടമെന്റലി ഒരു സ്റ്റോക്കിനെ എങ്ങനെയായിരിക്കും താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, ഈ സൊമാറ്റോ പറയുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ, അതായത് ഇറ്റേണൽ അല്ലേ, ഇതേ ഫോറത്തിൽ, അതായത് നമ്മൾ മൈഫിൻ ടി വിയിൽ ഞാൻ ഇന്ന് അവതാരകനായിട്ടിരിക്കുന്നു. ഞാൻ ഗസ്റ്റായിട്ട് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോവിഡിന് ശേഷം. അതിൽ ഏതാണ്ട് 40 രൂപ 50 രൂപയിൽ ഞാൻ വളരെ ബുള്ളിഷായിട്ടും ഓപ്റ്റിമിസ്റ്റിക്കുമായിട്ടുള്ളൊരു ബിസിനസ്സും സ്റ്റോക്കുമായിരുന്നു സൊമാറ്റോ എന്ന് പറയുന്നത്. അതേ ഞാൻ തന്നെയാണ് എൻ്റെ ഈ അഭിപ്രായം പറയുന്നത്. ഞാൻ ഈ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇത് ഒരു ഇൻവെസ്റ്ററും അല്ലെങ്കിൽ ഒരു പ്രേക്ഷകനും ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് സൊമാറ്റോനെ കുറിച്ചുള്ള അഭിപ്രായം എന്നാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വന്ന റിസൾട്ട് ഞാൻ കണ്ടായിരുന്നു. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഡിസാസ്ട്രസ് റിസൾട്ട്. എപ്പോൾ നമ്മളെപ്പോൾ ഈ എവറിത്തിങ് ഈസ് ഗുഡ് അറ്റ് എ പ്രൈസ് അല്ലെ, ഒരു സാധനം മേടിക്കാൻ നമുക്ക് അതിനൊരു വില അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചാൽ 50,000 രൂപയുടെ ഫോൺ, നമ്മൾ മാർക്കറ്റിൽ 50,000 രൂപയുടെ ഫോൺ മേടിക്കാൻ അതിന് 50,000 രൂപയുടെ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. ആ 50,000 രൂപയുടെ ഫോണിനെ 5 ലക്ഷം രൂപയ്ക്ക് മേടിക്കേണ്ട കാര്യമില്ലല്ലോ. 5 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ആ ഫോൺ മേടിക്കുന്നതെങ്കിൽ 5 ലക്ഷത്തിന്റെ സാധനം ആ ഫോണിൽ ഉണ്ടാവണം അല്ലേ. ഇതാണ് അപ്പോൾ എവറിത്തിങ് ഈസ് ഗുഡ് അറ്റ് എ പ്രൈസ് എന്നുള്ളത് ഞാൻ ഒരു ആമുഖമായിട്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നു. ഈ സൊമാറ്റോനെ കുറിച്ചെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എല്ലാ ബിസിനസ്സിനും ഒരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിൽ ഒരു കട തുടങ്ങണമെന്ന് വിചാരിക്കാം. കട തുടങ്ങി നമ്മൾ എന്തെങ്കിലും ഒരു ഗുഡ്സ് വിറ്റു, നമ്മളൊരു ബേക്കറി ആണെന്ന് വെക്കുക. അവിടെ ഒന്നും ബേക്കറി ഇല്ല. നമ്മൾ ആദ്യമായിട്ടാണ് ആ ജംഗ്ഷനിൽ ഒരു ബേക്കറി തുടങ്ങുന്നത്. ആ ബേക്കറി നമ്മൾ തുടങ്ങി, നല്ല സാധനങ്ങൾ നമ്മൾ കൊടുത്തു, നല്ല പ്രോഫിറ്റ് മാർജിൻ ആക്കി, നമ്മുടെ ബിസിനസ് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തുകൊണ്ട് പോകുന്നു. നമുക്ക് എക്കാലത്തേക്കും നമുക്ക് കോമ്പറ്റീഷൻ വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, നമ്മുടെ ബിസിനസ് നന്നായിട്ട് പോണു എന്ന് കാണുമ്പോൾ, അതായത് നമ്മൾ ഒരു സാധനം വിൽക്കുമ്പോൾ 20% പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെന്ന് വയ്ക്കുക, 20% പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെന്ന് വയ്ക്കുക. നാളെ ഒരു കാലത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബേക്കറി വന്ന് തുടങ്ങാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നമ്മൾ 20% പ്രോഫിറ്റ്, അതായത് 100 രൂപയുടെ പ്രോഡക്റ്റ് 120 രൂപയ്ക്ക് വിറ്റ് 20 രൂപ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ, അതായത് 20% പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കുമ്പോൾ, അവർ ചിലപ്പോൾ വരുന്ന 100 രൂപയുടെ പ്രോഡക്റ്റ് 110 രൂപയ്ക്ക് വിറ്റിട്ട് 10% പ്രോഫിറ്റ് മാർജിനിലേക്ക് ആ ബിസിനസ്സിനെ അങ്ങ് താഴോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ പ്രഷറൈസ്ഡ് ആണ് അല്ലേ. നമ്മൾ പ്രഷറൈസ്ഡ് ആണ്, അതായത് അവരായിട്ട് കോമ്പീറ്റ് ചെയ്ത് അവരും ഈക്വലി ഗുഡ് പ്രോഡക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രോഡക്റ്റ് കൊള്ളൂല എങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരേ സർവീസ്, നമ്മുടെ അവിടുത്തെ കേക്കിനും അവരുടെ കടയിലെ കേക്കിനും ഒരേ ടേസ്റ്റ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളും ഫോഴ്സ്ഡ് ആവും ഇതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ കുറച്ച് താഴേക്ക് പോകാനായിട്ട്. അതിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് നന്നായിട്ട് നടക്കണ കാണുമ്പോൾ, അതിൽ നല്ല പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കണമെന്ന് കാണുമ്പോൾ, മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സും കൂടി ആ ബിസിനസ് സൈക്കിളിലേക്ക് എൻട്രി ചെയ്യും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന പോലെ Zomato. Everything was fine when Zomato and Swiggy were the only players. Then came in something called quick commerce. അതായത് ഒരു പ്രോഡക്റ്റ് 10 മിനിറ്റിലും 15 മിനിറ്റിലും 20 മിനിറ്റിലും നമുക്ക് ഫുഡ് അല്ലാതെ, ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ മെയിൻ ബിസിനസ് കൂടാതെ പ്രോഡക്റ്റുകളും വീട്ടിലേക്ക് ഗ്രോസറീസും എത്തിക്കുക എന്നുള്ള ബിസിനസ്സിലേക്ക് അവർ കയറി. അതിൻ്റെ കൂടെ ആരൊക്കെ കയറി? സെപ്റ്റോ കയറി, ഫ്ലിപ്കാർട്ട് കയറി, ബിഗ് ബാസ്ക്കറ്റ് കയറി, ആമസോൺ കയറി. ഇനിയിപ്പോൾ പല FMCG കമ്പനീസായ യൂണിലിവറും നെസ്ലയും വരെ അതിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷനായി. അതിൽ സെപ്റ്റോ പോലത്തെ കമ്പനി നന്നായിട്ട് പ്രോഫിറ്റ് മാർജിനൊക്കെ കട്ട് ചെയ്ത് ഡിസ്കൗണ്ട് പ്രോഡക്റ്റ് ബയേഴ്സിന് കൊടുത്തിട്ട് ആ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും പ്രഷറിലായി എന്നുള്ളത് ഒരു ആദ്യത്തെ നെഗറ്റീവ്. അതായത് ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് സൊമാറ്റോയ്ക്ക് നെഗറ്റീവായി താൽക്കാലികമായിട്ടെങ്കിലും എന്നുള്ളതാണ് ഈ ഷെയർ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു കാര്യം. രണ്ടാമത് ഞാൻ ചോദിക്കുന്നത്, ഹൈപ്പോത്തറ്റിക്കലി എനിക്ക് 2.5 ലക്ഷം കോടി തരുമെന്ന് വരും. എന്താണ് ഈ 2.5 ലക്ഷം കോടി? അതായത് സൊമാറ്റോ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ക്യാപ്പ് എന്താ? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ടേംസിൽ പറയുന്നത് എന്താണെന്നറിയോ? മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ ഇന്ന് ട്രേഡ് ചെയ്യണ സ്റ്റോക്കിന്റെ പ്രൈസ്. അതാണ് നമുക്ക് കമ്പനി ടോട്ടലായിട്ട് മേടിക്കാനായിട്ട്, അതായത് എല്ലാ ഷെയർസും ഈ ഷെയർ പ്രൈസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫിഗർ, അതാണ് ഈ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത് ഏതാണ്ട് സൊമാറ്റോന്റെ 2.5 ലക്ഷമാണ്. അപ്പം നമ്മൾ ലിറ്ററലി നമ്മൾ പറയുകയാണെങ്കിൽ 2.5 ലക്ഷം കോടി
നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോയി സൊമാറ്റോന്റെ മുതലാളിക്ക് കൊടുത്താൽ ആ കമ്പനി നമുക്ക് കിട്ടും. ഓക്കെ, ഏതൊക്കെ കമ്പനികൾ ഏതാണ്ട് ഈ 2.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്നറിയോ? സൊമാറ്റോ കിട്ടും, അഡാനി പോർട്ട് കിട്ടും, കോൾ ഇന്ത്യ കിട്ടും. ഓക്കെ, ഒരു എക്സാമ്പിൾ. അപ്പൊ എന്റെ കയ്യിൽ 2.5 ലക്ഷം രൂപ തന്നിട്ട് പറയുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കണ്ട, താങ്കൾ പോയിട്ട് ഒരു ബിസിനസ് മേടിച്ചുകൊണ്ട് വരൂ എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക് എന്ന് വിചാരിക്കുക. ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു. സൊമാറ്റോന്റെ ഈ കോൾ ഇന്ത്യയുടെ റവന്യൂ എത്രയെന്നറിയോ? സെയിൽസ് ഒരു കൊല്ലം 1,42,324 കോടി. ഇത് 2024 ഫിഗറാ. 1,42,000 കോടി. ഏതാണ്ട് അതേ ഫിഗർ തന്നെ ഏതാണ്ട് 2025 വരുമല്ലോ. അഡാനി പോർട്ടിന് ഇന്നലെ വന്ന എത്രയെന്നറിയോ അവരുടെ റവന്യൂ? 31,000 കോടി. സൊമാറ്റോയ്ക്ക് എത്രയെന്നറിയോ? 20,243 കോടി. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് എത്രയെന്നറിയോ? കോൾ ഇന്ത്യയുടെ 37,000 കോടി. 37,000 കോടി നെറ്റ് പ്രോഫിറ്റ് ആണ് കോൾ ഇന്ത്യക്ക്. അഡാനി പോർട്സിന് എത്രയെന്നറിയോ? 11,000 ക്രോസ്. 11,000 ക്രോസ്. സൊമാറ്റോന്റെ പ്രോഫിറ്റ് എത്രയെന്നറിയോ? 527 കോടി. 527 കോടി. ഈ 3 കമ്പനിയും ഏതാണ്ട് 2,25,000 കോടി മുതൽ 2,60,000 കോടി വരെ കാശ് കൊടുത്താൽ കിട്ടാവുന്ന 3 ഒരേപോലത്തെ കമ്പനിയെ കുറിച്ചാണ്. 3 ഡിഫറെന്റ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, പക്ഷേ ഇതാണ് കമ്പനി എന്ന് പറഞ്ഞാൽ. കോൾ ഇന്ത്യ ട്രേഡ് ചെയ്യണ പി എത്രയെന്നറിയോ? 12 പി. അഡാനി പോർട്സ് ട്രേഡ് ചെയ്യണ പി എത്രയെന്നറിയോ? 25 പി. സൊമാറ്റോ ട്രേഡ് ചെയ്യണ പി എത്രയെന്നറിയോ? 200 പിയിൽ മുകളിൽ 300 പി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്നറിയോ ഈ പി? അതായത് നമ്മൾ പി എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഈ മാർക്കറ്റ് പ്രൈസ് ഒരു റിയാലിറ്റി ആണല്ലോ, അതിന്റെ ഏർണിംഗ്സ് പെർ ഷെയറും ഒരു റിയാലിറ്റി ആണല്ലോ. ഈ മാർക്കറ്റ് പ്രൈസിനെ ഏർണിംഗ്സ് പെർ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഇത്രയും EPS ഉണ്ടാക്കുന്ന കമ്പനി ഈ വിലയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ മാർക്കറ്റിന് അതിനെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്താണ് എന്നുള്ളതാണ് പി എന്ന് പറയുന്ന ഫിഗർ സൂചിപ്പിക്കുന്നത്. ആ പി എന്ന് പറയുന്നത് മറ്റുള്ള കമ്പനിക്ക് 22ഉം 25ഉം 12ഉം, അതായത് അഡാനിക്ക് 25ഉം കോൾ ഇന്ത്യക്ക് 12ഉം ആകുമ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്ന എത്ര? 300 പി. അതായത് വേറെ ഒന്നുമല്ല, നിങ്ങൾ 2+2 എന്നുള്ളത് 5 എന്നൊരു സ്റ്റുഡന്റ് എഴുതി വെക്കുകയാണെങ്കിൽ ആ സ്റ്റുഡന്റ് 1ാം ക്ലാസ്സിലാണ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം. പക്ഷെ IIT പഠിക്കുന്ന ഒരു ഗ്രാജുവേറ്റ് 2+2 5 ആണെന്നാണ് എഴുതി വെക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും അബ്സേർഡ് ആയിട്ടുള്ള വാല്യുവേഷൻ ആണ്. അതാണ് ഇവിടെ സൊമാറ്റോ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എൻ്റെ 2.5 ലക്ഷം കോടി തന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, 37,000 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനി പോയി മേടിക്കുമോ? 11,000 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കി അത്രയും അസറ്റ് ക്രിയേറ്റ് ചെയ്ത് അഡാനി പോർട്സ് പോലെ കമ്പനി മേടിക്കുമോ? അസറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത നഷ്ടത്തിൽ ഏതാണ്ട് 527 കോടി മാത്രം പ്രോഫിറ്റിൽ ഇടുന്ന കമ്പനി മേടിക്കുമോ എന്നുള്ളതാണ് വാല്യുവേഷൻ. എൻ്റെ അടുത്ത് പലരും ഇത് തർക്കിച്ചതെന്നറിയോ? സൊമാറ്റോയും കോൾ ഇന്ത്യ ആയിട്ട് എങ്ങനെയാണ് സാർ ഇതിനെ, അതായത് കോൾ ഇന്ത്യ പോലത്തെ ബിസിനസ് ആണോ സൊമാറ്റോ എന്നുള്ളതാണ്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്കിപ്പോൾ ഒരു വീട്ടിൽ ഫ്രിഡ്ജ് മേടിക്കണം, എന്തിനാ? ഒരു ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ട്. അതിനെ എങ്ങനെ നിങ്ങൾക്ക് ഒരു TV മേടിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? ഇതാണ് ചോദിക്കുന്നത്. അതായത് TV വേറെ, ഫ്രിഡ്ജ് വേറെ. ശരിയാണ്. TVയുടെ ഉദ്ദേശം എന്താ? നമ്മളൊരു സിനിമ കാണാനും എന്റർടൈൻമെന്റും. ഫ്രിഡ്ജ് മേടിക്കുന്നത് എന്തിനാ? ഫുഡ് സ്റ്റോർ ചെയ്യാനും വെള്ളം തണുപ്പിക്കാൻ, അല്ലേ? നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള. അതായത് സിനിമ കാണാനും എന്റർടൈൻമെന്റും ആണെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് എന്താ? അതിന്റെ റോ മെറ്റീരിയൽ എന്താ? പൈസ. തിരിച്ച് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? പൈസയാണ് കിട്ടുന്നത്. അപ്പൊ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താ? സൊമാറ്റോ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണ സുഖമല്ല വേണ്ടത്. തിരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ ആണ് വരണമെങ്കിൽ ആ റിട്ടേൺ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന വാല്യുവേഷനിൽ കിടക്കുന്ന ആ ഏർണിങ്സ് ഡെലിവർ ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കണം, ബിസിനസ് ആയിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത് നിങ്ങളുടെ പൈസ നിങ്ങളെ പൈസ തന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ലെന്ന് വിചാരിക്കുക. ഒരു ബിസിനസ് പോയി മേടിച്ചുകൊണ്ട് വരുന്നത് നിങ്ങൾ പ്രോഫിറ്റബിൾ ബിസിനസ് മേടിക്കോ നഷ്ടമുള്ള ബിസിനസ് മേടിക്കോ എന്നുള്ളതാണ്. അതാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. പല ജനങ്ങളും ഇതിൽ പെട്ടുപോകുന്നത്, ഇതിലൊരു മിസ്റ്റേക്ക് എടുക്കുന്നതുകൊണ്ടാണ്. ഇതൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ട് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് മേടിക്കാം. ഇത് ഞാൻ പറഞ്ഞത് സ്റ്റോക്ക് ഐഡിയ യാതൊരു ബന്ധമില്ല. ഇവിടുന്ന് വേണമെങ്കിൽ 300 രൂപയും 350 രൂപയും സൊമാറ്റോ പോവാം. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്നും വാല്യുവേഷൻ്റെ അടിമ തന്നെയായിരിക്കും. കാര്യം കാര്യങ്ങളെല്ലാം നന്നായിട്ടിരിക്കുമ്പോൾ ഇതെല്ലാം നന്നായിട്ടിരിക്കും. മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം നെഗറ്റീവായിട്ട് വരുന്നതെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചും എൻ്റെ ചെറുതായിട്ടുള്ളൊരു അറിവും വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് മാത്രം ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ സപ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റോ കണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഞങ്ങൾ ഈ പറഞ്ഞ സ്റ്റോക്കിൽ ഞങ്ങൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകാതിരിക്കാം. ഇത് ഞങ്ങൾ ഒരു കോഷൻ ആയിട്ട് മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ഇതൊരു അക്കാഡമിക് പർപ്പസിന് മാത്രം നിങ്ങൾ എടുക്കുക. ഇത് സോളിസിറ്റേഷനോ അഡ്വൈസ് ആയിട്ടോ കാണാതെ ഇരിക്കുക. സർ, ഏതായാലും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി നോക്കേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ ഒരു നിഫ്റ്റിയുടെയും ഇപ്പോൾ തന്നെ സ്റ്റോക്സിൻ്റെയും ഒക്കെ ടെക്നിക്കൽ സൈഡ് നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് മൈഫിൻ ടിവിയുടെ ഇൻഹൗസ് എക്സ്പേർട്ട് മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് സൂരജ്. യെസ്
സർ ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സൊമാറ്റോ ആയിരുന്നു. സൊമാറ്റോയിൽ നിന്ന് തന്നെ തുടങ്ങാം. സൊമാറ്റോയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ വളരെ മോശമായിട്ടൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഷെയർസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടിനോട് അത്ര ഒരു നെഗറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു ഷോർട്ട് കവറിംഗ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ സൊമാറ്റോയുടെ ഓഹരികളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അനില, ഞാൻ ഇതിനെക്കുറിച്ച് സൂരജ് പറയുന്നത് ഫുള്ളായിട്ട് കേൾക്കുകയായിരുന്നു. ആൻഡ് സൂരജ് പറഞ്ഞതിൽ ഒത്തിരി വാല്യൂ ഉണ്ട്. അതായത് ഏത് കമ്പനിയുടെ ഷെയർസ് വാങ്ങുമ്പോഴും അതിന് ദർ ഇസ് എ നൈസ് പ്രൈസ് അറ്റ് വിച്ച് യു ക്യാൻ ലുക്ക് ടു ബൈ. സോ ഇപ്പോൾ ഇറ്റാലിൻ്റെ കേസ് ആവട്ടെ, സ്വിഗ്ഗിയുടെ കേസ് ആവട്ടെ, ഒത്തിരി ന്യൂജൻ കമ്പനികളാവട്ടെ, മാർക്കറ്റ് പെട്ടെന്ന് കയറി പോകുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഹൈപ്പ് കാണാറുണ്ട്. ഹൈപ്പിനെ കുറിച്ച് നമുക്ക് ഒത്തിരി പല TV ചാനലിലും ന്യൂസ് പേപ്പേഴ്സിലും ഒക്കെ നമ്മൾ ഡിസ്കഷൻ ഫോറത്തിൽ ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ബട്ട് പ്യൂർലി ഫ്രം എ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് കാണാൻ സാധിക്കുന്ന 200 രൂപയിൽ ഈ സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്, ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ഇസ് ബെയറിഷ്. ലോങ് ടേം ട്രെൻഡ് ഇതിന്റെ ബുള്ളിഷായി മാറണമെങ്കിൽ 260 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. സർ, സൊമാറ്റോയുടെ സ്റ്റോറിക്ക് ഒരു ടൈലന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? അല്ല, ഞാൻ ആക്ച്വലി ഇപ്പോൾ പ്രദീപിനോട് ഓരോ ടെക്നിക്കൽ ചാർട്ട് നോക്കുമ്പോൾ ഞാൻ ഒന്ന് നമ്മുടെ മൊബൈൽ ഒന്ന് സെർച്ച് ചെയ്യുമായിരുന്നു. അതായത് ഈ സാധാരണ നമ്മൾ ഈ ഷെയർ നമ്മളൊരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് വിടുക, ഒരു ബിസിനസ് ഇടുക. ആ ബിസിനസ് 100 രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ ആ ബിസിനസ്സിന് 10 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കായിട്ട് 10 രൂപ വെച്ച് കിട്ടും, അല്ലേ? അതെ, 10 പേർക്ക് 10 രൂപ വെച്ച് കിട്ടുമ്പോഴാണല്ലോ ആ 100 രൂപ പ്രോഫിറ്റ് എന്ന് നമുക്ക് ആ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്തെടുക്കും. സോ ഈ ഒരു കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ നോക്കും. അതായത് 10 എന്നുള്ളത് 15ആയി, 15 എന്നുള്ളത് 20ആയി. ഈ ഷെയർ ഹോൾഡർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് മാറൂലല്ലോ, അത് ആ 100 ആയിട്ട് തന്നെ നിലനിൽക്കും, അല്ലേ? അപ്പം നമ്മൾ 10 പേര് 10 രൂപ വെച്ച് ഡിവൈഡ് ചെയ്ത് എടുത്തുന്ന സ്ഥലത്തേക്ക് 20 വരുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 5 രൂപ കിട്ടുള്ളൂ, അല്ലേ? അതായത് 10 എന്നുള്ളത് 5 ആയിട്ട് കുറയും. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസ് ചെയ്യുകയും പ്രോഫിറ്റ് മാറാതെ ഇരിക്കുമ്പോഴാണ് ഈ സവിശേഷത വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഈ ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യാത്ത കമ്പനികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതായത് ഒരു കമ്പനി ഗ്രോ ചെയ്യുന്നെങ്കിൽ അതിന്റെ ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്ത്, അതായത് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്ത് മാർക്കറ്റിൽ നിന്ന് പൈസ വീണ്ടും കളക്ട് ചെയ്ത് പോകുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഒരു കമ്പനി അതിന്റെ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്ത് ആ ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് ഇന്റേണൽ ആക്രൂവൽസ് എന്നാണ് പറയുന്നത്. ആ ഇന്റേണൽ ആക്രൂവൽസ് നിന്ന് വീണ്ടും ബിസിനസ്സിലേക്ക് തിരിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന കമ്പനിയാണ് മറ്റേതിനെക്കാട്ടിലും നല്ലതെന്നുള്ള. മറ്റേ കമ്പനി സൂചിപ്പിക്കുന്നത് എന്താ? അവർക്ക് ഫണ്ട് എപ്പോഴും ഷോർട്ടേജ് വരുന്നു, അപ്പോൾ ഫണ്ട് കളക്ട് ചെയ്ത് പോകുന്നു. ഇക്വിറ്റി ഡൈല്യൂഷൻ കാരണം പ്രോഫിറ്റും കുറഞ്ഞു പോകുന്നു എന്നുള്ള. ബട്ട് ഇന്റേണൽ ആക്രൂവൽസ് ഉള്ള കമ്പനി വളരെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇതാണ് ആ ഡിഫറൻസ്. ഞാനിപ്പോൾ നോക്കിയ കാര്യം വേറെ ഒന്നുമല്ല. ഈ സൊമാറ്റോന്റെ സ്റ്റോക്ക് കഴിഞ്ഞ പ്രാവശ്യം, അതായത് എനിക്ക് തോന്നുന്നു 2024 300 ജസ്റ്റ് ക്രോസ് ചെയ്തിരുന്നു, അല്ലെ? അവിടുന്ന് വന്നിട്ടാണ് 200 233 വന്നിട്ട് ഏതാണ്ട് ടെക്നിക്കൽ കൺസോൾട്ടേഷൻ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ആലോചിക്കുന്നത്, ഈ സൊമാറ്റോ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നല്ലോ. ഫണ്ട് റേസ് ചെയ്ത് മുന്നോട്ട് പോയ ഒരു കമ്പനിയാണ്, അല്ലെ? അതിന്റെ പ്രൊമോട്ടർ 252 രൂപയ്ക്ക്, അതായത് അവർക്ക് അന്ന് എനിക്ക് തോന്നുന്നു ഒക്ടോബർ 2024 ആണെന്ന് തോന്നുന്നു, കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ 10,000 കോടി ക്യാഷ് ഉണ്ടായിരുന്നു. ഫണ്ട് റേസ് ചെയ്ത 10,000 കോടി ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു? 8,000 കോടി കൂടി ഒക്ടോബർ 2024 അവർ റേസ് ചെയ്തു. അതെവിടെ? 254. ആ 254 ഏതാണ്ട് 33 കോടി എക്സ്ട്രാ ഷെയർസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് കൊടുത്തിട്ട് 33 കോടി ഷെയർസിന് ഏതാണ്ട് 252 രൂപ വെച്ച് അവർ 8,000 കോടി കളക്ട് ചെയ്തു എന്നുള്ള. അതായത് എന്നെ പോലെ ഒരാൾ നോക്കുമ്പോൾ ആ സ്റ്റോക്ക് അടിച്ചു പൊക്കി ഫണ്ട് ഏറ്റവും പീക്കിൽ കൊണ്ടുവന്ന് കളക്ട് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് ഏതാണ്ട് ഓൾ ടൈം ഹൈ 300 ആണെങ്കിലും ഏതാണ്ട് 250 എന്ന് പറയുന്നത് ഏതാണ്ട് ഓൾ ടൈം ഹൈയുടെ 20% കൊണ്ടുവച്ച് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഹയർ എമൗണ്ടിൽ ഫണ്ട് കളക്ട് ചെയ്തിട്ട് ആ സ്റ്റോക്ക് താഴേക്ക് വന്നതായിട്ടാണ് എൻ്റെ കണ്ണിൽ കാണുന്നത് എന്നുള്ള. അപ്പോൾ ഈ പറയുന്ന പോലെ ആകപ്പാടെ സൊമാറ്റോ അല്ലെങ്കിൽ ഇറ്റേണൽ എന്ന് പറയുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇപ്പം ആശ്വാസകരമായിട്ടുള്ള കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന 10,000 കോടിയും ഇപ്പം റേസ് ചെയ്ത്, അതായത് ഒക്ടോബറിൽ 2024 റേസ് ചെയ്ത് 8,000 കൂടെ ചേർന്ന് 18,000 കോടി ക്യാഷ് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം. ബട്ട് ഈവൻ ദെൻ ഈ പറയുന്ന പോലെ ഈ ക്യാഷ് ഉണ്ടായിട്ട് പോലും
ആ ക്യാഷ് അവർ ബേൺ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ആ നെറ്റ് പ്രോഫിറ്റ് അൾട്ടിമേറ്റ്ലി 500 കോടിക്ക് താഴെ അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസേ അവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അത് പോരാ എന്നുള്ളതാണ്. അവിടെയൊക്കെയാണ് ഈ അഡാനി പോർട്ട് നമ്മൾ പരിപാടി തുറക്കുമ്പോൾ ഒരു അസറ്റും ക്രിയേറ്റ് ഉണ്ട്. നാളെ ഈ കമ്പനി മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ അസറ്റ് വിറ്റാൽ ആ കാശ് ചെലവായ കാശിനേക്കാളും ഇരട്ടി തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ദോ അഡാനി പോർട്ട് ഇസ് an asset heavy business, they have created an asset, now it is generating value. ഇനി അങ്ങോട്ട് നല്ല ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യും. വേറെ സൊമാറ്റോ കത്തിച്ചു കളയുന്ന ക്യാഷിന് ഒരു അസറ്റും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പകരം കോമ്പറ്റീറ്റേഴ്സ് ആയ സെപ്റ്റോനെയും ബിഗ് ബാസ്ക്കറ്റിനെയും ഫ്ലിപ്കാർട്ടിനെയും ആമസോണിനെയും ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെയും നെസ്ലയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള ഒരു വ്യത്യാസം കൂടി ജനങ്ങളടുത്ത് പറഞ്ഞു വയ്ക്കുന്നു. ഇത് ഒരിക്കലും നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് ഒരുപാട് ട്രോള് കിട്ടുന്ന ഒരു മെസ്സേജ് തന്നെയാണ്. ട്രോള് കിട്ടിക്കോട്ടെ, പക്ഷെ പറയാനുള്ള സത്യം തുറന്നു പറയുക എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. ട്രോൾ അല്ല ഇതിനകത്ത് കാര്യം. കാലം ഇത് തെളിയിക്കട്ടെ. സ്റ്റോക്ക് കയറോ ഇല്ലെന്ന് എനിക്കറിയില്ല, ബട്ട് ആ ബിസിനസ്സിന് ഡിസാസ്ട്രസ് ആയിപ്പോയി ഈ റിസൾട്ട് എന്ന് പറഞ്ഞു വെക്കാതെ വയ്യ.